deflected through a large angle and about 1 in 10,000 particles suffered a rebound. അപ്പോൾ പല ഒബ്സർവേഷൻ ആണ് പുള്ളിക്കാരൻ എക്സ്പെക്ട് ചെയ്തത്, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം പാസ് ചെയ്ത് പോകും. പക്ഷേ പുള്ളിക്കാരൻ കണ്ടത് എന്തായിരുന്നു? 4 different types of results ആയിരുന്നു. ഫസ്റ്റ് വൺ, most of the particles passed through the foil without any deflection. And the second one, some particles deflected in small angles. ചെറിയ ചെറിയ രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് പോയി. ഇനി വീണ്ടും കുറെ എണ്ണം എങ്ങനെ ഡീവിയേറ്റ് ചെയ്തു? വളരെ വൈഡ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്തു പല സ്ഥലങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോയി. ആൻഡ് വെരി ഫ്യൂ, 1 of 10,000 റേസ് എന്ത് ചെയ്തു? ഏത് വഴിയാണോ പോയത് ആ വഴി തന്നെ എന്ത് ചെയ്തു? റീബൗണ്ട് ചെയ്തു. സോ ആ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് റുദർഫോർഡ് കുറച്ച് കൺക്ലൂഷൻസ് പറഞ്ഞു. ദീസ് റിസൾട്ട്സ് ലെഡ് റുദർഫോർഡ് ടു കൺക്ലൂഡ് ദാറ്റ് ദി ആറ്റം കണ്ടെയ്ൻ സം ഡെൻസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ located at the center of the atom that is known as nucleus. എന്താണ്? ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സെന്ററിലാണ്. ആ പോസിറ്റീവ് സെന്റർ ഈസ് നോൺ ആസ് ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം. നൗ all the positive charge of the atom and most of its mass was contained in the nucleus. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജും മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. The rest of the atom would be empty space which contained the much smaller and negatively charged electrons. ഇനി ബാക്കിയുള്ള ന്യൂക്ലിയസ് ഒഴികെ ബാക്കിയുള്ള ആറ്റത്തിന്റെ ഭാഗം എന്താണ്? എംപ്റ്റി ആണ്. അവിടെയാണ് ഈ നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. The mode proposed by Rutherford explained the observation of alpha ray scattering experiment. ഇതായിരുന്നു ജെ തോംസൺ പറഞ്ഞ മോഡൽ. അതായത് നമ്മൾ എന്താണ്, ഒരു ഗോൾഡ് ഫോയിൽ എടുക്കുന്നു, അതിൽ ഒത്തിരി ഗോൾഡ് ആറ്റംസ് ഉണ്ട് ആൻഡ് എല്ലാ ആറ്റത്തിന്റെയും സെന്ററിൽ എന്താണ്? ന്യൂക്ലിയസ് ആണ്. അപ്പോ ഈ എംപ്റ്റി സ്പേസിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ റേസും എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ആൻഡ് ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് വരുന്ന റേസ് വൈഡ് ആയിട്ട് എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്ത് പോയി. ആൻഡ് ഇത് കണ്ടോ, ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിച്ചത് ന്യൂക്ലിയസിന്റെ അടുത്ത്, വളരെ അടുത്ത് വന്നത് എന്ത് ചെയ്തു? ലാർജ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ആൻഡ് ഇത്രയുമാണ് ജെ തോംസന്റെ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഇത്രയും പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ആറ്റത്തിന്റെ സ്പേസ് കൊണ്ട് എംപ്റ്റി ആണ്, കുറെ സ്പേസ്, അതുകൊണ്ട് പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല, മാസും എന്താണ് പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിലാണ്. ഇതെല്ലാം റുദർഫോർഡ് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോഴും അവിടെ ഒരു ഡീമെറിറ്റും കൂടെ ആര് പറഞ്ഞു? റുദർഫോർഡ്. ആൻഡ് ദ ഫെയില്യുവർ ഓഫ് റുദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ് ആണെന്ന് ഓൾറെഡി 1897 ജെ തോംസൺ പറഞ്ഞു. ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ സർക്കുലർ പാത്സ്. അപ്പോ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്താണ്? ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ആക്സിലറേഷൻ, the particle will radiate some amount of energy. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ ദാറ്റ് വിൽ റേഡിയേറ്റ് സം എമൗണ്ട് ഓഫ് എനർജി. ആ റേഡിയേറ്റ് എനർജിയാണ് ഈ ഇങ്ങനെ ആരോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ വിൽ ഡിക്രീസസ്. എന്ത് ചെയ്യും? എനർജി ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്ത് when their energy level becomes 0, they fell down into the nucleus. അവരെവിടെ ചെന്ന് വീഴും? ന്യൂക്ലിയസിൽ തന്നെ ചെന്ന് വീഴും എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം. മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, എ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അണ്ടർഗോയിങ് ആക്സിലറേഷൻ would continuously emit radiation and lose energy. Since the electron in an atom is also charged particles and is under acceleration, it is expected to continuously lose energy. As a consequence, the electron moving around the nucleus would approach the nucleus by a spiral path and the atom would collapse. However, since it does not happen, we can say that Rutherford's model failed to explain the stability of an atom. ഇത്രയും റുദർഫോർഡ് പറഞ്ഞപ്പോഴും ആറ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. സോ വാട്ട് ഇറ്റ് മീൻസ്, ആ റുദർഫോർഡ് പറഞ്ഞ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നില്ല. ഇനി ഈ റുദർഫോർഡ് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിനെ
ഓവർകം ചെയ്ത ഒരു പുതിയ സയന്റിസ്റ്റ് ഉണ്ട്. ഹിസ് നെയിം ഈസ് വാട്ട്? നീൽസ് ബോർ. The attempt to suggest model of atom was made by Niels Bohr, a student of Rutherford. Okay, അപ്പം ആശാന്റെ തന്നെ ശിഷ്യനാണ് എന്ത് ചെയ്തത്? ആശാന്റെ പരിമിതികളെ ഓവർകം ചെയ്തത്. റുദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു നീൽസ് ബോർ. ആൻഡ് this model used the concept of quantization of energy of electrons in the atom. Since this fact was suggested by line spectrum of hydrogen atom, it is worthwhile to understand the meaning of a spectrum. For this, we begin with the understanding of the nature of electromagnetic radiation. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ electromagnetic radiation is a kind of energy which is transmitted through space in the form of electric and magnetic fields. These do not require any medium to propagate. ഇതെല്ലാം electromagnetic radiationsന്റെ characteristics ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു എനർജിയാണ് which is transmitted through space in the form of electric and magnetic field, and they do not require any medium to propagate. Visible light, radiant heat, radio waves, X-rays and gamma radiation are some of the examples of electromagnetic radiations. According to the Maxwell's theory, and electromagnetic radiations can be visualized as oscillating electric and magnetic field. These travel as the waves in the paths perpendicular to each other and also perpendicular to the direction of propagation. The radiation travels with the velocity of light, that is 3 into 10 raised to 8 meter per second. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി റേഡിയേഷൻ ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദി direction of propagation. And ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് എന്തിന്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിന്റെയും ആവശ്യം ഇല്ല. വേഗത്തിലായാലും ഇവര് എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. ആൻഡ് ദീസ് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് 3 into 10 raised to 8 meter per second. ഓക്കെ, ഇതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് പാരാമീറ്റേഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. The electromagnetic radiations are characterized by a number of parameters. First one, amplitude. Okay, amplitude, അതായത് നമുക്കറിയാം നമ്മൾ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്? ഇതുപോലെയാണ്, സിക്സാഗ് ആയിട്ടാണ്, അപ്വേർഡും ഡൗൺവേർഡും ക്രസ്റ്റും ട്രഫും വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ്, ദിസ് refers to the maximum height to which the wave oscillates is equal to the height of the crust or depth trough. അതായത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറയുന്നതാ കണ്ടോ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ഇങ്ങനെ വേവ് റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വരയ്ക്ക് മുകളിൽ വരുന്ന മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് പറയും. ആൻഡ് താഴേക്ക് ഇങ്ങനെ വീഴുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ട്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഒന്നുകിൽ ഈ ക്രസ്റ്റ്, ഒരു വേവ് എത്രയാണോ മൂവ് ചെയ്യുന്നതെന്നുള്ള ഈ ക്രസ്റ്റിനെ പറയാം, അല്ലെങ്കിൽ ഈ ട്രഫിന്റെ ഡെപ്ത്. ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഏതാ? ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് ഓർ ദി ഡെപ്ത് ഓഫ് എ ട്രഫ് ഈസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ഒരു ഉയർന്നിരിക്കുന്ന ക്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ താഴത്തിലുള്ള ട്രഫിന്റെയോ ഡെപ്തിനെ നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ, വേവ് ലെങ്ത്. ഇറ്റ് ഈസ് ദ ലീനിയർ ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്തടുത്ത് വരുന്ന രണ്ട് ക്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ രണ്ട് ട്രഫിന്റെയോ ഇടയിൽ വരുന്ന ആ ലീനിയർ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? വേവ് ലെങ്ത്. ദ വേവ് ലെങ്ത് ഈസ് ദ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു consecutive wave crest or wave troughs. It is represented by the Greek letter lambda, and it is expressed in terms of meter, centimeter, nanometer and Armstrong. Now, frequency is the number of waves, wave crest or wave troughs that passed through a given point per second. ഒരു സെക്കൻഡിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന
number of wave crust or wave trough-നെ പറയുന്ന പേരാണ് frequency. Then wave number, it is equal to the number of waves per unit length. ഒരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുന്നതിനെയാണ് ഒരു കംപ്ലീറ്റ് വേവ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് വേവ്സിനെ പറയുന്നതാണ് എന്ത്? വേവ് നമ്പർ. ഓക്കെ, ദ വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 1/λ. വേവ് നമ്പർ എന്ന് പറയുന്നത് വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ, വെലോസിറ്റി. It is defined as the linear distance traveled by the wave in 1 second. 1 second കൊണ്ട് ഒരു വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. The velocity in meters per second can be obtained by multiplying the frequency hertz. അപ്പോൾ c is equal to nu into lambda, or nu ആണ് frequency, that is c by lambda. C is the velocity of light and lambda is the wavelength. The velocity of radiation depends upon the vacuum is represented as 3 into 10 raised to 8 meter per second. The electromagnetic radiations also show the character. The electromagnetic radiations also have the characteristics of particles. These are called quanta. The quanta are actually bundles of energy. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വാണ്ടാസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എ ക്വാണ്ടം ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് കോൾഡ് എ ഫോട്ടോൺ. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ ക്വാണ്ട ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് നോൺ ആസ് photon. The energy of the quantum is proportional to the frequency of the radiation. Energy of this radiation എന്ന് പറയുന്നത് is equal to h into nu. The energy of the quantum can be also related to the wavelength or wave number, that is E is equal to h into, instead of nuവിന് പകരം നമുക്ക് എന്ത് എഴുതാം? c by lambda, or is equal to h c into 1/λ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ന്യൂ ബാർ ആണ്. h c ന്യൂ ബാർ എന്ന് എഴുതാം. ഓക്കെ, so microwave radiations as the frequency 12 gigahertz. Calculate the energy of the photon corresponding to the radiation. E is equal to h nu ആണ്. h is a constant that is known as Planck's constant with a value 6.626 into 10 raised to minus 34 joule seconds. Okay, then അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Next one, the simple, interesting and very important factor, that is electromagnetic spectrum. Depending on their characteristics, that is ഏതൊക്കെയാണ് characteristics? Wavelength, frequency and wave number. Electromagnetic radiations are of many types and constitute what is called as an electromagnetic spectrum. The part of the spectrum that we can see is called visible spectrum and is a very small part of overall spectrum. Okay, അതായത് ഇതാണ് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓൾറെഡി പറഞ്ഞു. ദ റേഡിയേഷൻ വിച്ച് ഹാവ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ അവരുടെ എന്താണ്? ഫ്രീക്വൻസിയുടെയോ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെയോ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതില് സ്റ്റാർട്ട് വിത്ത് ഗാമ റേസ്. ഗാമ റേസ് ആവുമ്പോൾ എങ്ങനെയാണ്? വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറയുന്നു. എക്സ്റേ ആവുമ്പോൾ വീണ്ടും കൂടുന്നു. അങ്ങനെ ഗാമ, എക്സ്റേ, UV, ദെൻ IR, മൈക്രോവേവ്, റേഡിയോ വേവ്. ആൻഡ് UVയുടെയും IRന്റെയും ഇടയിലുള്ള കുറച്ച് പോർഷൻ ആണ് എന്ത്? വിസിബിൾ റീജിയൻ. നമുക്ക് കാണാൻ പറ്റുന്നത് ആകെ ആ റീജിയൻ ആണ്. ആ വിസിബിൾ സ്പെക്ട്രം ആണ് ഈ കാണിച്ചിരിക്കുന്ന വയലറ്റ് ടു റെഡ് വരെയുള്ള നമ്മുടെ 7 കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, characteristics of electromagnetic radiation, wave number, quantum, photon. ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞതാണ്. സിമ്പിൾ ആണ്. ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിർബന്ധമായും ഇത് അതുപോലെ ഫോളോ ചെയ്ത് വായിച്ചു വരിക. പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഏതൊരാൾക്കും, ഓൾറെഡി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവാം, പക്ഷേ അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക വിത്ത് the PDF of your textbook, and after the class then you should go through the notes provided by the college. ഇത്രയും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഏതൊരാളിനും മിനിമം
85 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡാം ഷുവർ. കാര്യം അത്രയും ഈസി ഓഫ് ലെവൽ എക്സാം ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പ്രിപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഈ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെ ലാസ്റ്റ് നിമിഷത്തിൽ എല്ലാം കൂടെ പഠിച്ചിട്ട് അന്ന് ക്ലാസ് എടുത്ത ആള് പറഞ്ഞല്ലോ ഇത്രയും മാർക്ക് കിട്ടും എന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ എടുക്കേണ്ടുന്ന എഫേർട്ട് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സാമിന്റെ റിസൾട്ട് 100% ഷുവർ ആയിരിക്കും എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്? ലൈൻ സ്പെക്ട്രം. Light spectrum, you know that when we passed a beam of sunlight through a prism, നമ്മൾ കുഞ്ഞു ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവമാണ് ഈ സ്പെക്ട്രം. ഒരു പ്രിസത്തിൽ കൂടി എന്താണ് സൺലൈറ്റ് പാസ് ചെയ്ത് വിടുമ്പോൾ ആ പ്രിസത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ലൈറ്റിന് എന്ത് കാണും? കളേഴ്സ് കാണും. when we pass a beam of sunlight through a prism, we get a range of colors from violet to red in the form of a spectrum like rainbow. This is called continuous spectrum because the wavelengths of light varies continuously, that is without any break. നമ്മൾ മഴവിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ റെയിൻബോയില് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള 7 കളേഴ്സ് ഉണ്ട്. ഈ 7 കളേഴ്സും വളരെ ക്ലോസ്ലി ഈച്ച് അതർ ആണ്. അതിന്റെ ആ 7 കളേഴ്സിന്റെ ഇടയ്ക്ക് എന്തും വന്നിട്ടില്ല, ബ്രേക്കും വന്നിട്ടില്ല. സോ ഇങ്ങനെ ഒരു ബ്രേക്കും ഇല്ലാതെയാണ് ഈ പ്രിസത്തിൽ നിന്നും കളർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളേഴ്സിനെ എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, aware of the flame stars for identifying cations in the qualitative analysis. Compounds of sodium impart bright yellow color flame. Copper gives a green flame while strontium gives crimson red flame. If we pass such a light through a prism, gets separated into sets of lines. This is called a line spectrum. അപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ലൈനിനെ കളറിനെ നമ്മൾ പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നോക്കുക. When an electric discharge is passed through a discharge tube containing hydrogen gas at low pressure, it emits some light. When this light is passed through a prism, it split up into a set of 5 lines. This spectrum is called a line spectrum of hydrogen. Okay, അതായത് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്, അതായത് ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ അകത്ത് എന്ത് ഫില്ല് ചെയ്തിരിക്കണം? ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ ഒരു പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വിൽ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു സെറ്റ് ഓഫ് 5 ലൈൻസ്. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 5 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് these lines spectrum is known as line spectrum of hydrogen because ഇവിടെ എന്താണ് സ്പ്ലിറ്റ് ചെയ്തത്? ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. One careful analysis of the hydrogen spectrum was found to consist of a few sets of lines in the ultraviolet, visible and infrared region. These sets of lines were observed by different scientists. These spectral emission lines could be expressed in the form of a general formula. Nu bar is equal to, അതായത് wave number, that is 1 by lambda is equal to RH into 1 by n1 square minus 1 by n2 square. RH എന്ന് പറയുന്നത് എന്താണ്? റേബർഗ് കോൺസ്റ്റന്റ്, that is 109,677 per centimeter inverse, where n1 and n2 are positive integers and n1 is less than n2. Okay, and H is Rayberg constant. The different sets of lines observed in the hydrogen atom spectrum named after the discovered and the values of n1 and n2 are given below. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 sets of lines ആണ്. അതിൽ ഫസ്റ്റ് വൺ ലൈമാൻ, സെക്കൻഡ് വൺ ബാമർ, തേർഡ് വൺ പാഷൻ, ഫോർത്ത് വൺ ബ്രാക്കറ്റ് ആൻഡ് ഫൺ. ലൈമാന്റെ N1 അതായത് ലോവർ എനർജി ലെവൽ എന്ന് പറയുന്നത് 1ഉം 1ന് മേളിലോട്ടുള്ള എല്ലാ ലെവൽസും അതിന്റെ എന്തുമായിട്ട് വരും? N2 ഹയർ എനർജി ലെവൽസ് ആയിട്ട്. അപ്പോൾ
N2 എന്ന് പറയുന്നത് 2, 3, 4 എക്സെട്ര. അത് ഏത് റീജിയനിലാണ്? അൾട്രാ വയലറ്റ് റീജിയനിലാണ്. ഇനി അത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഈസി ആയിട്ട് പറയാം. ബാമർ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? രണ്ടാമത്തെ. അപ്പൊ അതിന്റെ N1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. N2 എന്ന് പറയുന്നത് 2ന് മുകളിലേക്കുള്ള ബാക്കി നമ്പേഴ്സ് 3, 4, 5 എക്സെട്ര. ദെൻ അത് കാണുന്നത് ഏത് റീജിയൻ? വിസിബിൾ. അവിടെ വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നത് ഏത് ലൈൻ ആണ്? അത് ബാമർ സീരീസ് ആണ്. ബാമർ സീരീസ് മാത്രമേ ഏത് റീജിയനിൽ കിട്ടൂ? വിസിബിൾ റീജിയനിൽ. വേറെ ഒരു റീജിയനിലുള്ളതും ഹ്യൂമനായി ഡിറ്റക്ട് ചെയ്യില്ല. ആകെ ഡിറ്റക്ട് ചെയ്യുന്നത് വിസിബിൾ റീജിയനിലുള്ളതാണ്. അപ്പോൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ വിസിബിൾ ആയിട്ട് നമുക്കുള്ളത് ഏത് മാത്രമാണ്? ബാമർ സീരീസ്. ഫോർ ബാമർ സീരീസ് N1 is equal to 2 and N2 is equal to 3, 4, 5 etc. and it is observed in the visible region. Next one എന്താണ്? പാഷൻ. പാഷൻ ആകുമ്പോൾ തേർഡ് സീരീസ്. സോ N1 is equal to 3, N2 4, 5, 6 etc. This is in the IR region. Then ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ നാലാമത്തെ സീരീസ്. അപ്പൊ N1 is equal to 4, N2 എന്ന് പറയുന്നത് 5, 6, 7 etc. It is also in the infrared region. And the last one, fund. This is the fifth series. So N1 is equal to 5, N2 is equal to 6, 7, 8 etc. This is also in the infrared region. Okay. The line spectrum of hydrogen was explained by Bohr's model, which is discussed already. We discussed. Okay. Now calculate the wavelength of Balmer series line corresponding to N2 is equal to 3. Easy ആണ്. വേവ് നമ്പർ നമ്മൾ പറഞ്ഞു. വേവ് നമ്പർ is equal to എന്താണ്? RH into 1/N1 square minus 1/N2 square. എന്താണ്? RH നമുക്കറിയാം. റേബർഗ് കോൺസ്റ്റന്റ് 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. 1/N1 സ്ക്വയർ. ബാമർ സീരീസിന്റെ N1. ബാമർ രണ്ടാമത്തെ സീരീസ് ആണ്. അപ്പൊ N1 എത്രയാണ്? 2 ആണ്. 1/2 സ്ക്വയർ മൈനസ് 1/N2 തന്നിട്ടുണ്ട് 3 സ്ക്വയർ. അപ്പോ എന്താണ്? 1/4 മൈനസ് 1/9 എടുക്കുമ്പോൾ LCM എടുത്തു വരുമ്പോൾ 5/36. 109,677 into 5/36. അതിനെ നമുക്ക് തിരിച്ചിടുമ്പോൾ 36/5. So finally when we consider the answer we will get 656 nanometer എന്ന് കിട്ടും. Okay, clear? ഇതാണ് ഇക്വേഷൻ. അപ്പൊ എന്താണ് വേവ് നമ്പറിന്റെ ഇക്വേഷൻ? ന്യൂ ബാർ is equal to RH into 1/N1 square minus 1/N2 square. Okay. Now next one is Bohr model of atom. In 1913 Niels Bohr proposed another model of the atom where electrons move around the nucleus